എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ വളരെ ഉഷാറായിട്ട് ഇവിടെ എത്തി. ഇപ്പോൾ പിന്നെ വർക്കിലാണ്, കുഴപ്പമൊന്നുമില്ല, വളരെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും സുഖമാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അപ്പോൾ ഇപ്പോൾ ഉള്ളത് ദമാമിലാണ്. ഇവിടെ നമ്മളെ തുണക്കാരൻ്റെ വണ്ടിയിലാണെന്ന്. 2-3 ദിവസം എൻ്റെ റൂമിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ജിദ്ദയിൽ പോകാൻ. നല്ല സുഖമുള്ള കാലാവസ്ഥ, നല്ല രസം. നല്ല കാലാവസ്ഥ, എന്താ രസം, നല്ല സുഖം. ചൂട് കാരണം സാധനം ഇവിടെ ഇല്ല. അതാണ് ഇപ്പം നമുക്കൊരു സങ്കടം ഉള്ളത്. ചൂട് തീരല്ല. അപ്പോൾ നാണിയേ, ഇപ്പം നമ്മൾ വീണ്ടും സെയിൽസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോയി ഏകദേശം കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു ഒരുപാട് കാലമായി സൗദി അറേബ്യ കണ്ടിട്ട്. അതിങ്ങനെ കണ്ടപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ. ഇവിടെ നിന്നുകൊണ്ട് ഇപ്പം നമുക്ക് കുറേ കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഇങ്ങനെ വെക്കുമ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ് ഇതൊക്കെ. ഇതിലൊക്കെ നമ്മൾ പോയതേനു, ഇങ്ങനെ കണ്ടതേനു. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് മാറ്റം സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വർത്താനം പറഞ്ഞു. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മോട് ചോദിക്കലുണ്ട്, ഇപ്പോൾ പാട്ടൊന്നുമില്ല. അതുപോലെ നമുക്ക് നിരാശപ്പെടുത്താനും പറ്റില്ല. നമുക്ക് ആരും ഒഴിവാക്കാൻ പറ്റില്ല, നമുക്ക് എല്ലാവരും വേണം. അപ്പം നമുക്ക് ഗുണമണിയായ റസൂലുള്ള പാട്ടൊന്നാണ് പാടിയാലോ? ഞങ്ങൾ ടമ്പൊക്കെ ഒന്ന് റെഡി ആയിക്കാണ്ട് ശ്രുതി ഒരു 8 പിടിച്ചോളി, നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ നോക്കല്ലേ? ഗുണമണിയായ റസൂലുള്ള തണി പകരും കുരുനൂറുള്ള ഇഹപര നബിയം ഹബീബുള്ള നിറയോന്റെ കനിയേ സ്വല്ലല്ലാഹ്. പാട്. ണിയായ റസൂലുള്ള തണി പകരും കുരുനൂറുള്ള ഇഹപര നബിയം ഹബീബുള്ള ഇറയോന്റെ കനിയേ സ്വല്ലല്ലാഹ്. മണിമക്കത്തൂതിത്തുള്ള മലരല്ലേ, പരിശുദ്ധ കതിരൊളി ബദറല്ലേ, പരിമള സുരബിലക്കാവല്ലേ, പെരിയോന്റെ ഹുദ്സിലെ മയിലല്ലേ. മണിമക്കത്തൂതിത്തുള്ള മലരല്ലേ, പരിശുദ്ധ കതിരൊളി ബദറല്ലേ, പരിമള സുരബിലക്കാവല്ലേ, പെരിയോന്റെ ഹുദ്സിലെ മയിലല്ലേ. മർഹബായ നൂറൈനി, മർഹബായ ജദ്ദൽ ഹുസൈനി, മർഹബ മർഹബ നൂർ മുഹമ്മദ്, മർഹബ മർഹബ മർഹബ, മർഹബ മർഹബ നൂർ മുഹമ്മദ്, മർഹബ മർഹബ മർഹബ. ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹപര നബിയം ഹബീബുള്ള നിറയോന്റെ കനിയേ സ്വല്ലല്ലാഹ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. നമ്മൾ മെയിനായിട്ട് പോകുന്നതിന്റെ ഉദ്ദേശം ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അതായത് മനസ്സൊന്നും ഇങ്ങോട്ട് ഫ്രീ ആക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ച് എങ്ങനെ വെച്ചാല് രാവിലെ നമ്മളൊരു 3-3:30-4 മണിയാകുമ്പോൾ ഇറങ്ങുക, പച്ചക്കറിയൊക്കെ കൊണ്ടുപോയിടുക, വില മാറ്റുക, ഒരു 10 മണിയാകുമ്പോൾ ചായ കുടിക്കുക, കുറച്ചു നേരം കടന്നുറങ്ങുക. അതായത് അത് ആ നടന്നുകൊണ്ടിരിക്കണ പരിപാടി ഒന്നും അതന്നെ. അതന്നെ. അപ്പൊ നേരം വെളുക്കുക, വൈകുന്നേരം. അതെ. അപ്പൊ അറിയുന്നുണ്ട്. അപ്പൊ നിങ്ങള് ആ സങ്കടം പറയുമ്പോ ആ സങ്കടം തീർക്കാനും കൂടിയാണ് നമ്മള് വന്നത്. അപ്പൊ അതാണുള്ള ബന്ധം. അല്ലാതെ നമ്മളിപ്പോ ഒരാളെ സങ്കടം ഇങ്ങനെ നേരം വെളുത്ത വൈകുന്നേരം അവളെ കേൾക്കുക, എന്നിട്ട് അതിനൊരു ജവാബും കബൂലൊന്നും ഇല്ല. അതിങ്ങനെ തന്നെ അത് ശരി. അങ്ങനല്ല. നമ്മളെ ഒന്ന് വരിക, ഒന്ന് സന്തോഷിപ്പിക്കുക. അതായത് നമ്മക്ക് കുറേ വയസ്സായിട്ട് പിന്നെ നമ്മള് നമുക്ക് അന്ന് വന്നാ മതിയേനു, അങ്ങനെ ചെയ്താ മതിയേനു, അങ്ങനെ പോയിക്കൂടെങ്കിൽ അന്നത് കാണാൻ പറ്റിയേനു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എത്ര സമയം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നു, ഇവിടുത്തെ ഹുക്കൂമന്റെ നിയമങ്ങൾ എന്തൊക്കെയാ പുതിയത് വരികയെന്നും ഒന്നും പറയാൻ പറ്റില്ല. നാളെ ഇവിടെ പോയിക്കോ പറഞ്ഞാൽ നമുക്ക് പൊടിയും തട്ടി പോരേണ്ടി വരും. അപ്പൊ നാളെ നമ്മൾ അങ്ങാടി കുത്തുന്നാണ്ട് ഇപ്പൊ ഒരു ഓട്ടോറിക്ഷ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഇടുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുകയാണെങ്കിലും ഒക്കെ നമുക്ക് നാളെ ഇങ്ങനെ കുത്തിരുന്ന അയവറക്കാൻ പുതിയ പുതിയ ഓർമ്മകള്. അപ്പൊ ഓർമ്മകൾ നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ എന്താ പറയാ, സത്യത്തിൽ നാട്ടിൽ നിന്ന് പോന്നിട്ട് സൗദി അറേബ്യ തോന്നുന്നുണ്ട്? ഇല്ല.
അതാണ്. അതായത് ഇതിപ്പോ നമ്മള് സത്യം പറഞ്ഞാല് നമ്മള് പാലക്കാടൊക്കെ പോയി കഴിഞ്ഞാല് ഒരു കനാലുണ്ടല്ലോ അമ്പംകുന്ന ഭാഗത്ത്, അതേമാതിരി ഫുള്ള് വെള്ളം, നാട്ടുമ്പുറം മാതിരി നല്ലൊരു എന്താ ഇതിന് പറയാ ആണ്. എന്താ പറയാന്ന് വെച്ചാല് എന്തായാലും സൗദി അറേബ്യന്റെ ഒരു ഫീലില്ല. അതായത് ഒരു നാട്ടും പ്രദേശം, നല്ല രസം, നല്ല സുഖം. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് എന്താ നല്ല ക്ലൈമറ്റ്, നല്ല അതിന് വേറെ ഒന്നുണ്ട്. അപ്പൊ വന്നിക്കണതോ ഇന്നലെ വരെ ഭയങ്കര ചൂടുണ്ടാവേ. അത് നമുക്ക് ചൂടില്ല, അതുകൊണ്ടാണ്. അതായത് വേറെ ഒന്നുണ്ടല്ലോ, ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മളെ സബ്സ്ക്രൈബർമാരെ ഓർപ്പിച്ചോണ്ട. അപ്പൊ അങ്ങനെയൊക്കെ അത് എല്ലാത്തിലും ഉണ്ട്, അത് ഒന്നില് മാത്രല്ല. ഇതിങ്ങനെ ഒറ്റ വീഡിയോ കണ്ടത് അല്ലാതെ ഇത് കുറെ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതോ. നമ്മളുള്ള മാതിരി ഇങ്ങനെ പറയാ. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ കുറച്ച് നെല്ലുണ്ടാക്കിയുണ്ടല്ലോ, അത് വിളഞ്ഞിങ്ങനെ നിക്കും അല്ലെ. സംഭവം ഉണ്ടാവൂല എന്നൊക്കെ നമ്മള് വെറുതെ പറയാണ്. ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ. അല്ല, നമ്മളിഞ്ഞി ഇവിടെ നെല്ലുണ്ടാക്കാൻ വേറെ ദിവസമൊക്കെ വേണ്ടി വരും. നമ്മൾ പറയണൊക്കെ കേട്ടാലേ ഉണ്ടല്ലേ. സംഭവം എന്തായാലും അടിപൊളി ക്ലൈമറ്റ്, നല്ല അല്ലേ, എന്താ രസം. അപ്പൊ ഇതൊക്കെയാണ് മക്കളെ ജീവിതത്തിലെ രസങ്ങള്. നമ്മളെന്ത് ചെയ്യാ, ചില റീൽസിലൊക്കെ നമ്മൾ കാണലുണ്ട്. ഉള്ള നിമിഷത്തിൽ സന്തോഷിക്കാനായിട്ടൊരു നിമിഷം വരുമൊന്നുമില്ല. അതിനായിട്ടൊരു പ്രായം ഉണ്ടാവുന്നില്ല. ഉള്ള നിമിഷത്തിൽ സന്തോഷിക്കുക. അല്ല സന്തോഷിക്കാനായിട്ടൊരു നിമിഷം തേടി വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയം ഉണ്ടാവും. ഉള്ളതാ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് 8 കടയിൽ കൂടി എനിക്ക് ഡെയിലി എത്തേണ്ട ഒരു മനുഷ്യനാണ് ഞാനാണ്. ഇന്നലെ ഈ സമയമൊക്കെ ഞാൻ നാട്ടിൽ കൂടി നടക്കുകയാണ്. അപ്പൊ ഇന്നലെ പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഷൂ ആണ്. ആ സമയത്ത് നമ്മൾ അപ്പക്കപ്പളെ പെരുന്നവണ്ണ പോയി ഷൂ ഒക്കെ വാങ്ങി സന്തോഷത്തിലല്ലേ. ഷൂ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. അപ്പൊ അങ്ങനെയുള്ള, അതായത് നമ്മളെ കൊണ്ട് ഈ ജീവിതം കൊണ്ട് ഈ ചെറിയ സമയം, അതായത് ഇപ്പോ നമ്മൾ പല വീഡിയോയിലും ആളുകൾ പറയുന്നിട്ടുകണം 20-22 വയസ്സ് വരെ ബാല്യം, പിന്നെ അവിടുന്ന് അങ്ങോട്ട് യുവത്വം, പിന്നെന്താണ് വാർദ്ധക്യം. ഇതൊക്കെ വരാനുള്ളതാണ് ആയുസ്സുണ്ടെങ്കിൽ. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നല്ല നിമിഷങ്ങൾ എന്ത് ചെയ്യണം, നമ്മള് സമ്പാദിച്ചു വെക്കണം. അപ്പോഴതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ എല്ലാരോടും പറയാനുള്ളത്, നമ്മളെ സബ്സ്ക്രൈബർമാരോടൊക്കെ പറയാനുള്ളത് എല്ലാവരും ഉള്ള നിമിഷങ്ങള് സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ സന്തോഷിക്കാനായിട്ടൊരു നിമിഷം വരൂല എന്നുള്ള ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ 2136 സബ്സ്ക്രൈബർമാർ നമുക്ക് ഇന്നത്തോട് കൂടി ഉണ്ട്. അപ്പൊ ഈ 2136 സബ്സ്ക്രൈബർമാർ നമ്മൾ അറിയുന്ന ആളുകളാണ്. അപ്പൊ ഈ ആളുകൾക്കൊക്കെ അറിയാം നമ്മളെ തിരക്ക് എന്താണെന്നും നമ്മളെ രാവിലത്തെ ജോലിന്റെ ഭാഗം എന്താണെന്നും. കാരണം നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു ചാനലാവുകൊണ്ട് നമ്മൾ ഈ ഒരു ഫീൽഡുമായിട്ട്, അതായത് സൂപ്പർ മാർക്കറ്റിന്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അവർക്കൊക്കെ അറിയാം ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു പലചരക്ക് കട ആയിക്കഴിഞ്ഞാൽ എത്രമാത്രം പുറത്തിറങ്ങാൻ പറ്റും, എത്രമാത്രം അതും കൊണ്ട് പുറത്തു പോകാൻ പറ്റും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താ വെച്ചാൽ ഉള്ള ഇതിൽ നമ്മൾ എന്തൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും അത് സിസ്റ്റമാറ്റിക് ആക്കുക. നമുക്ക് എവിടെ പോയാലും അത് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലുള്ള ബിസിനസ്സൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് പരിപാടിയിലും പറ്റും. ഒരു പെട്ടി പീടിയാണെങ്കിൽ നമ്മളായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും ഏത് പരിപാടി നമുക്ക് കൺട്രോൾ ചെയ്യാം. നാണിയ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും പറയാല്ലേ. ഇതിപ്പോ അതിപ്പോ ഞാൻ ഇങ്ങനെ പാടുക എന്നല്ലാതെ ഇതുകൊണ്ട് അപ്പോഴേ വലിയ രസമല്ലല്ലോ. അതായത് ഞാൻ പറഞ്ഞതിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? നിങ്ങൾക്ക് അതിനെ നല്ലൊരു വ്യൂ കൂടി ഉണ്ടല്ലേ. എന്തായാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും കൂടി കാട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വീണ്ടും യാത്ര തുടരാം. സൗദി അറേബ്യയിൽ നമ്മൾ വെള്ളമല്ല നമ്മൾ നിന്നീന ഏരിയയിലൊന്നും വെള്ളമല്ല. ഇതിന് എൻ്റെ മക്കളെ ഇത് മുഴുവൻ വെള്ളമാണ്. എന്താ ഇത് കഥ അല്ലേ? മഴ ചെയ്തിട്ടൊന്നല്ല ഇപ്പത്. ഇത് എന്നുണ്ട് അതേമാതിരി എന്നുണ്ട്. എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പറയാനുള്ളത്? നല്ലൊരു ഇതാണ് എന്നുള്ളത് അങ്ങനെ പറയണ്ട കേട്ടോ, അങ്ങനെ പറയണ്ട. ഈ വെള്ളം ഈ കോലത്തിൽ പോലാണ് ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ പിന്നെ ഇത് ശീലായി സത്യം പറഞ്ഞ. പക്ഷെ ഇതില് വാണിങ്ങല്ലേ മീൻ പിടിക്കാനോ ഇറങ്ങി കുളിക്കാനോ ഒന്നും പാടില്ല.
അതായത് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊരു രസമാണ്. ഇത് ചെറിയ രസം. നാട്ടിന്ന് ആ വെള്ളം കണ്ടു പോകുന്നതുകൊണ്ട് ഇവിടെ ഒരു വെള്ളമല്ല വെറും മരുഭൂമി ആകുമ്പോ സങ്കടം ഉണ്ടാവില്ലേ. അപ്പൊ ഇടയ്ക്ക് ഇവിടേക്കൊന്നും വന്നിരുന്ന് കാണാത്തത് സംഭവത്തിൽ അപ്പൊ മീനുണ്ട്. മീൻ പിടിക്കാൻ സമ്മതിക്കൂല. ഇവിടുന്നില്ലേ ആകാശക്കാഴ്ച ഉണ്ടോ, അത് ഭയങ്കര രസമാണ്. അത് ഈ ഈവനിങ് സമയത്തുണ്ടല്ലോ, അത് വേറൊരു വൈബ് തന്നെയാണ്. നമുക്ക് ഇവിടെ കോഴിക്കോട് ബീച്ചൊന്നും ഇല്ലല്ലോ, നമുക്ക് ആസ്വദിക്കാനുള്ളതൊക്കെയാണത്. കോഴിക്കോട് ബീച്ചിൽ പോയ പോലുള്ളൊരു എന്താ അല്ലേ, ഇത് ക്രിയേറ്റിവിറ്റി ഒന്നല്ലേ. ഇതൊരു ഫിൽറ്ററും ഇല്ല, ഒരു ഫിൽറ്ററും ഇല്ല, ഉള്ളത് നാച്ചുറലാണ്. പോലീസുകാർ വരുന്നുണ്ട് കേട്ടോ, പിടിച്ചാണ്ട് ചിലപ്പോഴേ ഓല് കണ്ടാ പണിയെടുക്കും. പോലെ എന്താ അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങള്. ആരും പേടിച്ചാനും ഇല്ല. നമുക്ക് ഇറങ്ങണ്ട ഇവിടെ. ശരിക്കും ഫ്ലൈറ്റ് വ്യൂ അടിപൊളിയില്ലേ. എന്താ പോയി ഇങ്ങനെ നടക്കാൻ പറ്റണം, ഒക്കെ രസം. ആഴ്ചയിൽ 2 ദിവസം ലീവൊക്കെ. ഫുള്ള് വീടാ അതോ? ഇത് വീട്, ഈ സൈഡ് മൊത്തം വീടാണ്. ആ 2 ബിൽഡിംഗ് ആണല്ലേ, അത് രണ്ടും എവിടെ നോക്കിയാലും കാണും. ആ ഹോസ്പിറ്റലാണ്. രാത്രി ഇങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങണം. സംഭവം കുന്നുകാരി നഷ്ടമായില്ല. അതിനിപ്പോ നമ്മള് വന്നതൊന്നും നഷ്ടമായിട്ടില്ലല്ലോ. ഇതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളാണ്. വലുത് നമ്മള് ഇടാൻ നിൽക്കുന്നുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ പോകുമ്പോ കാണുന്ന ചില സന്തോഷങ്ങൾ, ചെറിയ ചെറിയ സന്തോഷങ്ങൾ.